അമ്പൂർ ബിരിയാണി തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ് അമ്പൂർ ബിരിയാണി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അമ്പൂർ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും വിചാരിക്കും ഇത് ഭയങ്കര ജോലിയുള്ളതാണ്. ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് നമ്മുടെ കേരള സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാട്ടിലൊക്കെ ഒത്തിരി എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് അമ്പൂർ ബിരിയാണി. അപ്പോൾ ആദ്യം ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. കുക്കറിൽ വെയിറ്റ് ഇടാണ്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഹെവി ബോട്ടം പാൻ ഉപയോഗിക്കാം. നല്ല ചൂട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രം ഉപയോഗിക്കാം. ഞാൻ ഇന്ന് കുക്കറാണ് ഉപയോഗിക്കുന്നത്. കുക്കിംഗ് എളുപ്പമാക്കാനായിട്ടാണ് ചൂട് കട്ടിയുള്ള പാത്രം ഉപയോഗിക്കാൻ പറഞ്ഞത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഒപ്പം 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് സ്പൈസസ് ഇടാം. ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 2-3 ഏലക്ക, ഗ്രാമ്പൂവും ഒരു മേബി 2-3 ഗ്രാമ്പൂ. സ്പൈസസ് ഇട്ട് നല്ലൊരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർക്കാം. ഒരു 3 മീഡിയം സൈസ് സവോളയാണ്. വെയിറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 250 ഗ്രാം കാണും. ഈ സവോള നന്നായിട്ട് സോഫ്റ്റ് ആണ്, അതുവരെ കുക്ക് ചെയ്യുക. ഈ സവോള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിടാറുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കാം. പെട്ടെന്ന് കുക്കാവാനായിട്ട് നമ്മൾ ഉപ്പിടുമ്പോഴത്തേക്ക് സവോളയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി പെട്ടെന്ന് കുക്കാവാനായിട്ട്. ഈ സവോളയ്ക്കൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ചതച്ചത്, ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഹീപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 25 ഗ്രാം വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. നന്നായിട്ട് മൂപ്പിക്കുക. അമ്പൂർ ബിരിയാണിയുടെ പ്രത്യേകത നമ്മളിതിനകത്ത് പച്ചമുളക് ചേർക്കത്തേ ഇല്ല. അതിന് പകരം ചില്ലി പേസ്റ്റാണ് ചേർക്കുന്നത്. ചില്ലി പേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുളക് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 2 സാധാരണ മുളകും എരിവുള്ള മുളകും, ബാക്കി ഒരു 6 കാശ്മീരി ചില്ലീസ് കൂടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാശ്മീരി ചില്ലി ചെറുതാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, അതുകൊണ്ട് ഒരു 6 എണ്ണം ഉപയോഗിച്ചു. മൊത്തം ഒരു 8 മുളക് എടുത്തിട്ടുണ്ട്. ഇതാദ്യം ഒന്ന് അരച്ചെടുക്കാം. ഒരു അരമണിക്കൂർ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക. ആ വെള്ളത്തോടു കൂടെ അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. മാറ്റി വെക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണമാണ്. സവോളയും വെളുത്തുള്ളിയൊക്കെ വഴന്നു വരുന്നതിൻ്റെ നല്ലൊരു മണം, സ്പൈസസും. ഇപ്പം നോക്കിയാൽ സവോളയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി, ചെറിയൊരു ബ്രൗൺ നിറമായി. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചത് ചേർക്കാം. ഇഞ്ചി പേസ്റ്റാണ് ഇത്. 25 ഗ്രാമാണ്. ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഹീപ്പ് ചെയ്തെടുക്കുക. ഇഞ്ചിയുടെയും പച്ചമണം മാറണം, അതുവരെ ഒന്ന് വഴറ്റുക. ഇഞ്ചി നല്ല നല്ല മണം. ഈ സമയത്ത് നമുക്ക് ടൊമാറ്റോ ചേർക്കാം. ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് 3 മീഡിയം സൈസ് ടൊമാറ്റോ ആണ്. 250 ഗ്രാം ഉണ്ട്. ചില ആൾക്കാർ വെയിറ്റും കൂടെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വെയിറ്റും കൂടെ മെൻഷൻ ചെയ്യുന്നത്. ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയണം, പേസ്റ്റ് പോലാണ്, അതുവരെ വഴറ്റുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തക്കാളി വഴന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചില്ലി പേസ്റ്റ് ചേർക്കാം. മിക്സി ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു, അതുകൂടി അതിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ പേസ്റ്റ് നന്നായിട്ട് മൂക്കണം, അതാണ് അമ്പൂർ ബിരിയാണിയുടെ ടേസ്റ്റ്. ഒട്ടും പച്ച മണം ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് സമയമെടുത്ത് മൂപ്പിച്ചെടുക്കുക. ഇപ്പം നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന കാണാം, സൈഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വരുന്ന കാണാം. ഈ ഒരു പരുവത്തിൽ നമുക്കിതിനകത്തേക്ക് ചിക്കൻ ഇടാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു 4 പേർക്ക് കഴിക്കാവുന്നൊരു പോർഷനാണ്. അപ്പം 1/2 കിലോ ചിക്കനാണ്, കറിക്കട്ടാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഞാൻ ഫ്ലെയിം ഹൈയിലാണ് വെച്ചേക്കുന്നത്.
നല്ലതായിട്ട് ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. ഓക്കെ, ഏകദേശം ഒരു 4-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റി. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാനുണ്ട്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പോടെ ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈരൂടെ ചേർക്കാം. നല്ലൊരു പിടി മല്ലിയില. തൈരിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ അടച്ചു വെക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. ചെറിയ ഫ്ലെയിമിലാക്കുക. തീ കുറച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യുക. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നോക്കിയാൽ വെള്ളമൊക്കെ കണ്ടോ, നന്നായിട്ട് വെള്ളമുണ്ട്. ഇനി നമുക്കിതിനകത്ത് റൈസ് ഇടണം. എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യണം. എപ്പോഴും ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് 2 കപ്പ് ജീരകശാല അരിയാണ്, ജീരക സമ്പ റൈസ്. നമ്മുടെ ജീരകശാല അരി. അപ്പോൾ ഇത് 2 കപ്പ് എടുത്ത് വെച്ചേക്കുന്നത്, ഏകദേശം 400 ഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് കണക്കാക്കിയുള്ള വെള്ളം വേണം ചേർക്കാനായിട്ട്. എൻ്റെ ഒരു 1.5 കപ്പ് വെള്ളം എക്സ്ട്രാ ചേർക്കുക. 1.25 കപ്പ് വെള്ളം എക്സ്ട്രാ ചേർക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഈ ചിക്കൻ്റെ പീസസ് എടുത്ത് മാറ്റിയ ശേഷം ഇതിനകത്തുള്ള വെള്ളം മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം വേണം. ആ ഒരു കണക്കിൽ വേണം നമുക്ക് വെള്ളം വേണ്ടത്. ഞാൻ ഇത്രയും വെള്ളം ചേർത്തു. ഉപ്പ് പാകത്തിന് ഉപ്പൂടെ ചേർക്കുക. ഉപ്പ് എപ്പോഴും പൊടിക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ പൊടിക്ക് മുമ്പിൽ നിൽക്കണം. അപ്പോൾ ചോറ് കുക്കായി കഴിയുമ്പോൾ കറക്റ്റ് ഉപ്പ് ഉണ്ടാകത്തുള്ളൂ. ഞാനൊരു 1.5 ടീസ്പൂൺ കൂടെ ഉപ്പ് എക്സ്ട്രാ ചേർത്തു. 1 ടീസ്പൂൺ നാരങ്ങാ നീര്. ഇപ്പോൾ തീ കൂട്ടി വെച്ചേക്കാണ്. ഇതിലേക്ക് റൈസ് ഇടാം. 2 കപ്പ് റൈസ് ഒരു അരമണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത ശേഷമാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ്. നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ തീ കുറച്ച് അടച്ചു വെക്കാം. ഇപ്പം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. തീ കുറച്ച് ഇത് അടച്ചു വെക്കാം. ഞാൻ ലോക്ക് ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടേ ഉള്ളൂ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. അത് ഷാറ് മൊത്തം പറ്റുന്നവരെ 3/4 പറ്റുന്നവരെ അങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നോക്കിയാൽ സൈഡിലൊക്കെ കുറച്ച് വെള്ളമുണ്ട്, അതായത് അകത്ത് വെള്ളം ഉണ്ടാവും. 3/4 ഭാഗം പറ്റി കഴിയുമ്പോൾ നന്നായിട്ട് അടയ്ക്കുക. അടച്ചിട്ട് തീ ഓഫ് ചെയ്ത് വെയിറ്റ് ഇട്ട് അടച്ചു വെക്കുക. ഈ ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേ തുറക്കാവും. അതുവരെ അതിരിക്കട്ടെ. അപ്പോൾ 20 മിനിറ്റോളം അടച്ചു വെച്ചേക്കായിരുന്നു. ഇനി നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. വാട്ടർ കണ്ടന്റ് ഒട്ടും ഇല്ല, നന്നായിട്ട് ഡ്രൈ ആയി. ചോറൊക്കെ നന്നായിട്ട് വെന്തു. എപ്പോഴും കുഴയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് പ്രഷർ കുക്കർ വേണം നിർബന്ധമില്ല, നമുക്ക് സാധാരണ പാത്രത്തിലും ചെയ്യാം. ചൂട് കട്ടിയുള്ള പാത്രം ഏത് വെള്ളം ഉപയോഗിക്കും. നല്ലൊരു മണമാണ്. അമ്പൂർ ചിക്കൻ ബിരിയാണി നല്ല മണമാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. നമ്മൾ സാധാരണ നമ്മുടെ ബിരിയാണി പോലെ ഉള്ളി വറുത്തിടൽ, നട്ട്സ്, റൈസിൻസ് അതൊന്നും ഇല്ല. വളരെ എളുപ്പത്തിൽ അധികം മസാലകളൊന്നും ഇല്ലാതാണ് ഉണ്ടാക്കുന്നത്. ഈ അളവിൽ ഇതിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ചെറിയ എരിവുണ്ട്. ഒത്തിരി എരിവ് കഴിക്കാത്തവർക്ക് മുളകിൻ്റെ അളവ് കുറയ്ക്കാം. ഈ 8 എന്നുള്ളത് കുറച്ചിട്ട് 6 or 5 ഒക്കെ ആക്കി കുറച്ച് ചേർക്കാവുന്നതാണ്. ഈ റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യുക. ഇത് നമുക്ക് സാലഡിൻ്റെ കൂടെയും പിക്കിളിൻ്റെ കൂടെയും ഒരു പപ്പടം ഉണ്ടെങ്കിൽ നല്ലൊരു ലഞ്ചായിട്ട് കഴിക്കാം. റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യുക. ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.